മോർണിംഗ്. പ്രതിഭയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടി വി എന്ന് പറയുന്ന വരുൺ ഗ്രോവർ എഴുതിയ കഥയുടെ ഒരു പട്കഥാരൂപമാണ് പഠിച്ചത്. പട്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തിരക്കഥ. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ സീനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്കഥ തയ്യാറാക്കുമ്പോൾ സീൻ നമ്പർ 1 or 2 or 3 or 4 or അങ്ങനെ ഏത് സീനാണോ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും സീൻ നമ്പർ 2ലേക്ക് വന്നിരിക്കുകയാണ്. സീൻ നമ്പർ 2 എന്താണ് സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇതിലെ കഥാപാത്രങ്ങളെ ഓർമ്മയുണ്ടാവും തോന്നുന്നു. എന്താണ് ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഗോപു, പിന്നെ ലല്ലു, പിന്നെ ചുന്നി. 3 കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. 3 പേരും കൊച്ചുകുട്ടികളുമാണ്. അവർ ടി വി കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം എന്താ, ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് പോലെ അല്ല ടി വി കാണാൻ പോയത്. കാരണം അന്ന് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ സമയത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലായിടവും ടി വി കിട്ടത്തില്ല, ടി വിയുടെ സിഗ്നൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ടി വി കാണണമെന്നുള്ള അതിയായ ആകാംക്ഷ കൊണ്ട് അവർ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് വീട്ടുകാരറിയാതെ ടി വി കാണാൻ പോകുന്നതാണ് സംഭവം. ശരി, നമുക്ക് പാഠത്തിലേക്ക് വരാം. ഞാനൊരു പ്രാവശ്യം വായിക്കാം. അവിടെ സീൻ നമ്പർ 2 അതിൽ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സ്ഥലത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. സമയം, ഇത് നമ്മൾ തിരക്കഥയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, पहाड़ की पगडंडी दोपहर के 3 बजे है. बच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. गोबू, देखा, यही वो टावर है जिससे टीवी आता है. लल्लू, आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? गोबू, चुन्नी, यह लल्लू एकदम लल्लू है ना. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है, और क्योंकि हमारे गांव में पहाड़ के इस तरफ है, हमारे में ये नहीं आता है. चुन्नी, हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर टीवी पकड़ा ही नहीं. गोबू, टीवी तो जादू है, ऐसे थोड़े ही पकड़ेगा. हाय, क्या चीज है टीवी. गोबू टीवी की यादों में खोया हुआ आगे बढ़ाता है. बाकी दोनों उसके पीछे पीछे चल रहे हैं. ഇതാണ് അടുത്ത നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത്. ഇതാണ്. നമുക്ക് നോക്കാം, ആ സീനിലേക്ക് വരാം. അവിടെ സ്ഥലം മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്ഥലം പറയുന്നു. ഏതാ സ്ഥലം? पहाड़ की पगडंडी. क्या है पहाड़? हमने पिछले क्लास में आपसे बताया था. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞ കാര്യമാണ്. പഹാഡ് മീൻസ് പർവ്വതം. പഹാഡ് കി പഗഡണ്ടി. പഗഡണ്ടി എന്താ? ഇടവഴി. ചെറിയ ഒരു നേർത്ത വഴികളെയാണ് പഗഡണ്ടി എന്ന് പറയുന്നത്. പഹാഡ് കി പഗഡണ്ടി മീൻസ് പർവ്വത പ്രദേശത്തിലേക്ക് കയറുന്ന ഒരു ചെറിയ ഇടവഴിയിലൂടെ അവർ പോകുന്നു. അതാണ് ആ ദൃശ്യം. അപ്പോൾ ആ സ്ഥലം ഏതാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. दोपहर के 3 बजे ही. സമയം എത്രയായി? 3 മണിയായി. ഉച്ചയ്ക്ക് 3 മണി. അപ്പോൾ നമ്മളൊരു തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ഥലം ഏതാണെന്ന് മെൻഷൻ ചെയ്യുക, കൂടെ അതിൻ്റെ സമയവും. പിന്നെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയണം. അപ്പോൾ കഥാപാത്രങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ അതും കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിലാണ്, അത് ശ്രദ്ധിക്കണം. എന്താണ്? ബച്ചെ മെഹനത്ത് സേ പഹാഡ് കി പഗഡണ്ടി ചढ़ रहे हैं. അതാണ് ആ ബ്രാക്കറ്റ് കൊടുത്തത്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, കുട്ടികൾ. ബച്ചേ മെഹനത്ത് സേ. എന്താ മെഹനത്ത്? മെഹനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമം, കഠിനമായ അധ്വാനം. വളരെ പരിശ്രമിച്ച് പഹാഡ് കി പഗഡണ്ടി ചढ़ रहे हैं. ആ പർവ്വതത്തിന്റെ ഇടവഴിയിലൂടെ ചढ़ रहे हैं. ചടിന കയറുക, പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പഹാഡ് കഴിഞ്ഞു വേണം അടുത്ത ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യാൻ, എത്താനായിട്ട്. സാമനെ വാലിയേക്ക് ചോടി പർ. തൊട്ടടുത്ത് കാണുന്ന ഒരു ചോടി. തൊട്ടടുത്ത് കാണുന്ന ഒരു ചോടി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന പർവ്വതത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം. ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഖരം എന്നാണ് ശരിക്കുള്ള അർത്ഥം. പർവ്വതത്തിന്റെ ശിഖരം എന്ന് പറയില്ല, പർവ്വതത്തിന്റെ കൊടുമുടി. അതേപോലെ, അതായത് പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശം, ഉയർന്ന ഭാഗം.
സാമനെ വാലി ഏക് ചോടി പർ ടി വി ടവർ ദിക് രഹാ ഹൈ. ടി വിയുടെ ഒരു ടവറും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള രീതിയൊന്നുമല്ല. നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? നമ്മൾ ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേബിൾ കണക്ഷനാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് വലിയ 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 ടവറുകൾ വെച്ചിട്ട് ആ ടവറിൽ നിന്നുള്ള സിഗ്നൽ അത് എല്ലായിടവും എത്തണമെന്നില്ല. അപ്പൊ സാമനെ വാലിയേക്ക് ചോടി പർ ടി വി ടവർ ദിക് രഹ, ഇത് രണ്ടും ദൃശ്യത്തിൽ അവിടെ കാണിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു കാര്യം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സംഭാഷണത്തിലേക്ക് വന്നു. ഗോപു പറയാണ്, ദേഖാ യഹി വോ ടവർ ഹെ ജിസ്സെ ടി വി ആത്ത ഹെ. അത് കണ്ടോ? നിങ്ങളത് കണ്ടോ? ദേഖാ യഹി വോ ടവർ ഹെ ജിസ്സെ ടി വി ആത്ത ഹെ. അതാണ് ആ ടവർ. എന്താണ് ആ ടവർ? അതിലൂടെയാണ് ടി വിയുടെ സിഗ്നൽ വരുന്നത്. ടി വി ആത്ത ഹെ. ലല്ലു. അപ്പൊ ലല്ലുവിന് പെട്ടെന്ന് സംശയം, ആത്ത കഹാ ഹെ, ഇതെവിടെ നിന്നാ വരുന്നത്? ആത്ത ഹോത്തോ ഹം ദൂസരേ ഗാവ് ക്യോം ജാത്തെ. അങ്ങനെ വരുന്നതാണെങ്കിൽ ആത്ത ഹോത്തോ ഹം ദൂസരേ ഗാവ് ക്യോം ജാത്തെ, നമ്മൾ എന്തിനു മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നത്? അത് അവിടെ നിന്ന് വരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രാമത്തിലും വന്നുകൂടെ? സ്വാഭാവികമായ സംശയമാണ് ലല്ലുവിന് തോന്നിയത്. അപ്പോൾ ഉടനെ തന്നെ ഗോപു അതിന് മറുപടിയും കൊടുത്തു. ചുന്നിയെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, യഹ് ലല്ലു എക്ദം ലല്ലു ഹേന. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, ഇവനൊരു മണ്ടനാണ്. കാരണം ഹിന്ദി ഭാഷയിൽ ഒരു പ്രത്യേക സവിശേഷ പ്രയോഗമാണ് ഈ ലല്ലു എന്ന് പറയുന്നത്. ലല്ലു പേരുകളും ഇടാറുണ്ട്, എന്നാൽ മണ്ടന്മാരെ സൂചിപ്പിക്കാനായിട്ട് ലല്ലു എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് അവൻ അങ്ങനെ തന്നെ പറഞ്ഞത്, യഹ് ലല്ലു എക്ദം ലല്ലു ഹേന, ഇവനൊരു ഒരു മണ്ടനാണല്ലോ എന്ന്. എന്നിട്ട് ഗോപു തന്റെ പിതാവ് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ബാബാനെ ബദായാഥാന, എൻ്റെ അച്ഛൻ എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, कि इसी टावर से दूसरे गांव में टीवी आता है. ഈ ടവറിലൂടെയാണ് അടുത്ത ഗ്രാമത്തിലേക്ക് ടി വി കിട്ടുന്നത്, സിഗ്നൽ കിട്ടുന്നത്. और क्योंकि हमारा गांव पहाड़ के इस तरफ है. പക്ഷെ നമ്മുടെ ഗ്രാമം പർവ്വതത്തിന്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇസ് തരഹ് ഹമാരെ മെയിം നഹി ആത്താ ഹൈ, നമുക്കത് കിട്ടുകയില്ല. അപ്പൊ ആ ഒരു സംശയം നിവർത്തനം ചെയ്തു കൊടുത്തു, ലല്ലുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഗോപു. അപ്പൊ ചുന്നി പറഞ്ഞു, ഹാ മേരെ ബാപ്പുവിനെ തോ ബക്സ ഓർ ആന്റിന ബി ഖരീദ് ലിയാ ഥാ. ടി വി വന്നെന്ന് അറിഞ്ഞപ്പോ എന്റെ പിതാവ് എന്ത് ചെയ്തു? ബക്സ ഓർ ആന്റിന ബി ഖരീദ് ലിയ. ഇവിടെ ബക്സ മീൻസ് ബോക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ടി വിയെ ഉദ്ദേശിക്കുന്നത്. ബക്സയും വാങ്ങി, പിന്നെ എന്തും വാങ്ങി, ആന്റിനയും വാങ്ങി, ടി വി ആന്റിന ഒക്കെ വാങ്ങി. ഖരീദ് ലിയാ ഥാ, ഖരീദിന വാങ്ങിക്കുക, ഖരീദ് ലിയാ ഥാ. ഹംനെ ആന്റിന കോ സബ് തരഫ് ഘുമായ. ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. കാരണം ആന്റിന എടുത്ത് വെച്ചിട്ട് ആന്റിനയുടെ സിഗ്നൽ വരാനായിട്ട് എല്ലാ സൈഡിലേക്കും തിരിക്കും. സിഗ്നൽ എവിടെയാണോ നല്ല പവർഫുള്ളായിട്ട് കിട്ടുന്നത് ആ ഭാഗം നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആന്റിനയെ സ്റ്റേബിളാക്കി വെക്കും. അതായിരുന്നു ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മേലെ കയറണം, വീണ്ടും മുകളിൽ കയറി എന്ത് ചെയ്യണം? അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഇവർ ടി വി വാങ്ങിയിട്ട് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് സബ് തരഖുമായ, ഖുമാന എന്ന് പറഞ്ഞാൽ കറക്കുക, എല്ലാ ഭാഗത്തേക്കും കറക്കി നോക്കി. പക്ഷേ പർ ടി വി പക്കടാഹി നഹി. പക്ഷെ എന്ത് കിട്ടിയില്ല? ടി വിയുടെ സിഗ്നല് കിട്ടിയില്ല. ടി വി പക്കടാനേക്കും, പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. ടി വി പിടിച്ചില്ലെന്നല്ല, അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ടി വിയുടെ സിഗ്നല് കിട്ടിയില്ല. അപ്പൊ ഗോപു പറഞ്ഞു, ടി വി തോ ജാദു ഹേ. ടി വി എന്താണ്? ഒരു ജാതുവാണ്. ജാതു മീൻസ് എന്താണ്? മാജിക്. ടി വി ഒരു ജാതു പോലെയാണ്. നമ്മൾ നോക്കുമ്പോൾ ആയിസ്യത്തോടെ പകടക എല്ലാവർക്കും കിട്ടുകയില്ല, വളരെ കുറച്ച് പേർക്ക് അതെന്ത് ചെയ്യൂ, കിട്ടൂ. ഹായ് ക്യാ ചീസ് ഹേ ടി വി. അവൻ അതിൻ്റെ ഓർമ്മയിലേക്ക് അങ്ങ് പോവുകയാണ്. അവിടെ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹായ് പറയുന്നത് പോലല്ല, പല രീതിയിൽ ആ ഹായ് എടുക്കും. ആ ഹായ് ദുഃഖസൂചകമായും കടന്നു വരാറുണ്ട്, സന്തോഷ സൂചകമായും കടന്നു വരാറുണ്ട്. ഇവിടെ സന്തോഷ സൂചകമായിട്ടാണ് ആ ഹായ് എന്ന് പറയുന്ന പദപ്രയോഗം വന്നിരിക്കുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ ആ ഓർമ്മയിലേക്ക് അങ്ങ് പോകണേ. ക്യാ ചീസ് ടി വി, എന്താ സാധനമാണ് ടി വി. അവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആയിരുന്നു ആ പ്രശ്നം. അപ്പോൾ അടുത്ത ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയേ ഉള്ളൂ, ഗോപു ടി വിക്ക് യാദോമേ ഖോയാ ഹുവ. ഗോപു ആ ടി വിയുടെ ഓർമ്മകളിലേക്ക്, ഖോന നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം, പക്ഷെ ഇവിടെ ഓർമ്മകളിൽ മുഴുകുക. യാദോമേ, യാദെന്ന് പറഞ്ഞാൽ ഓർമ്മ. ടി വിക്ക് യാദോമേ ഖോയാ ഹുവ ആകെ ബിടാത്താ ഹെ. അവൻ ആ ഓർമ്മകളിൽ മുഴുകി മുമ്പോട്ട് പോകുന്നു. ആകെ ബിടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോവുക. അവൻ ടി വിയുടെ ഓർമ്മകളിൽ മുഴുകി മുമ്പോട്ട് പോവുകയാണ്.
ബാക്കി ദോനോ ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹെ. ബാക്കി രണ്ടുപേരും അവന്റെ പിറകിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി പീച്ചെ പീച്ചെ ചൽ രഹേ ഹെ. പിറകിലൂടെ എന്ത് ചെയ്യുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു. അതും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇനി അടുത്ത സീനിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഭാഗം സംഭാഷണം വരണമെങ്കിൽ അവരവിടെ എന്ത് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ ഒരു തിരക്കഥ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഈ സിറ്റുവേഷന് എന്തൊക്കെയായിരിക്കും വരേണ്ടത്. ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? അത് ചിരിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയാണോ? ആ എക്സ്പ്രഷൻസ് എല്ലാം നമ്മളവിടെ എഴുതി വെക്കണം. എങ്കിലേ ആ തിരക്കഥ പിന്നീട് അത് എന്താവുക? നാടകമാവുകയോ അല്ലെങ്കിൽ സിനിമയാവുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സംവിധായകന് അവിടെ എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് ഒരിക്കൽ കൂടെ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ബച്ചെ മെഹനത്ത് സെ पहाड़ की पगडंडी चढ़ रहे हैं, सामने वाली एक चोटी पर टीवी टावर दिख रहा है. गोबू പറയുകയാണ്, देखा यह वो टावर है जिससे टीवी आता है. लल्लू, आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? तो गोबू പറഞ്ഞു, चुन्नी यह लल्लू एकदम लल्लू है ना. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है, और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता है. चुन्नी, हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर टीवी पकड़ा ही नहीं. गोबू, टीवी तो जादू है, ऐसे तोड़े ही पकड़ेगा. हाय, क्या चीज है टीवी. गोबू टीवी की यादों में खोया हुआ आगे बढ़ता है. ബാക്കി ദോനോ ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ. ഇതാണ് രണ്ടാമത്തെ സീൻ. ഇപ്പോൾ കുട്ടികൾ ടി വി കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്, അവർ പർവ്വതം കയറുന്നു. ഇപ്പോൾ ഗോപു ഓർമ്മയിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അടുത്ത സീൻ ആ ഓർമ്മയാണ് കാണിക്കുന്നത്. നമ്മൾ സാറിന് സിനിമയിലൊക്കെ കാണുന്നതല്ലേ, ആരെങ്കിലും എന്തെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത് കാണിക്കുന്നത് എന്താണ്? ആ ഓർമ്മകളിൽ എന്താണോ നടക്കുന്നത് അത് വീണ്ടും പിക്ചറൈസേഷൻ വരും. അപ്പോൾ ഇവിടെ അതുപോലെ ആ ഒരു ഓർമ്മ വീണ്ടും ഗോപു ആദ്യമായി ടി വി കണ്ട ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ അടുത്ത സീനിൽ കാണിക്കുകയാണ്. സീൻ 3 എന്താണ്? മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര. ഗോപുവിന്റെ ചാച്ച, ഗോപുവിന്റെ കൊച്ചച്ഛൻ. അതാരാണ്? മനോഹർ. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര. മനോഹർ ചാച്ചയുടെ വീടിലെ ഒരു മുറി, ടി വി ഇരിക്കുന്ന മുറി. സുബഹ് കെ 8 ബജെ ഹൈ. അതിരാവിലെ 8 മണി സമയം. അപ്പൊ സിറ്റുവേഷൻ മാറി. സ്ഥലം എവിടെയാണ്? മനോഹർ ചാച്ചയുടെ ഒരു വീട്, അവിടെ രാവിലെ 8 മണി. ഞാനത് വായിക്കാം. टीवी पर 26 जनवरी की परेड आ रही है. गोबू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठे हैं. टीवी में झांकियां चल रही है और एक कमेंट्री भी. टीवी से आती कमेंट्री और यह झांकी असम राज्य की. आगे आगे बेहू नृत्य करती महिलाएं. गोबू, बाबा यह आवाज कहाँ से आ रही है? मनोहर चाचा, यह भी टीवी से ही आ रही है गोबूलाल. ഗോപു, ജാദു ഹേന. അപ്പോൾ ഇവിടെ പറയുകയാണ്, മനോഹർ ചാച്ചയുടെ വീടാണെന്ന് പറഞ്ഞു. രാവിലെ 8 മണിയാണ്. അടുത്ത് എന്താണ് ആ സിറ്റുവേഷൻ? 8 മണിക്കുള്ള ആ സിറ്റുവേഷൻ പറയണമല്ലോ, അത് ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ടി വി പർ 26 ജനുവരിക്ക് പരേഡ് ആ രഹി ഹെ. ടി വിയിൽ എന്താ നടക്കുന്നത്? 26 ജനുവരി. 26 ജനുവരി, ജനുവരി 26. എന്താ ഈ ജനുവരി 26ന്റെ പ്രത്യേകത അറിയാവോ? എന്താണ് പ്രത്യേകത? ജനുവരി 26ന്റെ പ്രത്യേകത ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. എന്താ പ്രത്യേകത? ജനുവരി 26-നാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായി ആചരിക്കുന്നത്, അല്ലേ? റിപ്പബ്ലിക്കിന്റെ പ്രത്യേകത എന്താ? ഭരണഘടന അംഗീകരിച്ച ദിവസം. അതെപ്പോഴായിരുന്നു? 1950 ജനുവരി 26. അതുകൊണ്ട് നമ്മളെല്ലാ ജനുവരി 26-ഉം നമ്മൾ എന്ത് ചെയ്യും? അത് മനോഹരമായി റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ജനുവരി 26-ന് എല്ലാ ജനുവരി 26-നും രാവിലെ ഇതുപോലെ പരേഡും മറ്റു കാര്യങ്ങളും നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് ടി വിയിൽ കൃത്യമായി സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരിക്കും. രാജ്യത്തുള്ള എല്ലാ ചാനലുകളിലും നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും. നോക്കൂ, അതിൻ്റെ പരേഡ് നടന്നുകൊണ്ടിരിക്കുക. ഗോപു और उसके बाबा टकटकी लगाए हुए देख रहे हैं. ഗോപുവും അവന്റെ കൊച്ചച്ഛനും എന്ത് ചെയ്യാണ്? വളരെ ആകാംക്ഷയോടുകൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. മനോഹർ ചാച്ച ബഗൽ में बैठे हैं.
കുറച്ച് ഇപ്പുറം മാറി, അതായത് ഈ നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന പോലെ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്ത് ഉള്ള കൈവരിലോട്ട് അവിടെ കയറിയിരിക്കുകയാണ്. ടി വി മേ ഝാങ്കിയാൻ ചൽ രഹേഗെ. ടി വിയിൽ മറ്റൊരു പ്രത്യേകത, ടി വിയിൽ നടക്കുന്നത് എന്താണ്? ഈ പരേഡിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ ഈ പ്ലോട്ടുകൾ കൊണ്ടുപോകും. അറിയാമല്ലോ, പ്ലോട്ടുകൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ അതിനകത്ത് എന്തെങ്കിലും ദൃശ്യ മനോഹരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതായത് സംസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത്. ഓരോ സംസ്ഥാനങ്ങളെ നൃത്ത കലകളും മറ്റു കാര്യങ്ങളും പിന്നെ സാമൂഹിക സാംസ്കാരിക എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകളായിരിക്കും വരുന്നത്. അതാ ടി വി മെയിൻ ചാങ്കിയാൻ ചൽ രഹി അവരൊക്കെ കമൻട്രി ഫീ, അതിൻ്റെ കൂടെ കമൻട്രി ഉണ്ട്. ആ ചാങ്കിയെ ആ കടന്നു പോകുന്ന പ്ലോട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിച്ചും പോകുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന്. അപ്പം ടി വി സാത്തി കമൻട്രി, ടി വിയിൽ നിന്നും കടന്നു വരുന്ന കമൻട്രിയാണ് അവിടെ കേൾക്കുന്നത്. അവർ ഹേ ചാങ്കി അസം രാജ്യക്ക്, അസം രാജ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം. നമ്മൾ രാജ്യമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ ഹിന്ദിയിൽ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം. രാജ്യത്തിന് ദേശം എന്നാണ് പറയുന്നത്. അസം രാജ്യക്ക്, ആസാം സംസ്ഥാനത്തിൻ്റെ ഒരു പ്ലോട്ടാണ് കടന്നു വരുന്നതെന്ന്. ആകെ ബീഹു നൃത്യകർത്തി മഹിളായി, ബീഹു നൃത്യകർത്തി, അതിനു മുമ്പ് കടന്നു പോകുന്നത് ബീഹു നൃത്യം ചെയ്യുന്ന മഹിളകൾ കടന്നു പോകുന്നുണ്ട്. അതിന് പുറകെ എന്ത് കടന്നു വരുന്നു? ആസാം രാജ്യത്തിൻ്റെ ഒരു പ്ലോട്ടാ കടന്നു വരുന്നത്. നോക്കൂ, ഗോപുറാണ് ബാബ ആവാസ് കഹാംസെ ആ രഹി ഹെ, ഈ ശബ്ദം ആവാസ് ഇതെവിടെ നിന്നാണ് കടന്നു വരുന്നത്? മനോഹർ ചാച്ച പറഞ്ഞു യഹ്വി ടി വി സെ ആ രഹി ഹെ ഗോപുലാൽ, ഇതും എവിടെ നിന്നാണ് വരുന്നത്? ടി വിയിൽ നിന്ന് വരുന്നതാണ്. ഗോപുവിന് അതിശയമായി. ഗോപു പറഞ്ഞു ജാദുവേനഹോ, എന്തൊരു മാജിക്. അവിടെ ആ സീൻ തീരുകയാണ്. മൂന്നാമത്തെ സീനും അവിടെ തീരുന്നു. അപ്പോൾ ആ സീനിൽ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന്, ഗോപു എന്താണ് ടി വിയിൽ കണ്ടതെന്നുള്ള കാര്യമാണ് അവൻ്റെ ആ ഓർമ്മയിലൂടെ കാണിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷൻ നമുക്ക് തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക, വായിക്കണം. പല ആവർത്തി നിങ്ങൾ ടെക്സ്റ്റ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വായിക്കണം. വായിച്ച് നമുക്ക് അടുത്ത സീനിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ.